12 ദിവസത്തെ ഇടവേളകളിൽ ഭൗമോപരിതലത്തിലെ വിവരങ്ങൾ ഇനി വിരൽത്തുമ്പിൽ. കാലാവസ്ഥയിൽ ഉൾപ്പെടെ ഭൗമോപരിതലത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ പോലും അതിസൂക്ഷ്മമായി നിരീക്ഷിക്കാനും വിവരങ്ങൾ കൈമാറാനും ശേഷിയുള്ള ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ നിസാർ അഥവാ നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഭ്രമണപഥത്തിലേക്ക്. 2392 കിലോഗ്രാം ഭാരമുള്ള നിസാർ സവിശേഷമായ ശേഷികളുള്ള ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. ഇരട്ട ഫ്രീക്വൻസിയുള്ള സിന്തറ്റിക് അപ്പർച്ചർ റഡാറിലൂടെ ഭൂമിയെ സദാ നിരീക്ഷിച്ച് ചിത്രങ്ങൾ പകർത്തുന്ന ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് നിസാർ. നാസയുടെ ദീർഘതരംഗ ദൈർഘ്യമുള്ള റഡാറും ISROയുടെ ഹ്രസ്വ തരംഗ ദൈർഘ്യമുള്ള റഡാറും ചേർന്നതാണിത്. ഭൗമോപരിതലത്തിലെ ഉയർന്ന റെസൊല്യൂഷനിലുള്ള ചിത്രങ്ങൾ നൽകാൻ ഇതിന് സാധിക്കും. ISROയുടെ വിക്ഷേപണ വാഹനം നിസാർ ഉപഗ്രഹത്തെ 743 കിലോമീറ്റർ അകലെ 98.4 ചരിവുള്ള സൂര്യ സിൻക്രണസ് ഭ്രമണപഥത്തിലേക്ക് കടത്തിവിടും. ഭൂമിയിലെ ഏതെങ്കിലും ഒരു നിശ്ചിത ബിന്ദുവിലൂടെ ഒരു ഉപഗ്രഹം എല്ലാ ദിവസവും ഒരേ പ്രാദേശിക സൗരസമയത്ത് കടന്നുപോവുകയും സ്ഥിരമായ പ്രകാശത്തിനായി സൂര്യനുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരമായ കോൺ നിലനിർത്തുകയും ചെയ്യുന്ന ധ്രുവ ഭ്രമണപഥമാണ് SSO. ഉപഗ്രഹ ചിത്രങ്ങൾ എടുക്കുന്നതിനും ബാക്കിയുള്ള സെൻസിറ്റീവ് ജോലികൾക്കും സൂര്യനോട് അടുത്തുള്ള ഭ്രമണപഥത്തിൽ നിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നാസയുടെ L ബാൻഡും ISROയുടെ S ബാൻഡും ഉൾപ്പെടുന്ന ഡ്യുവൽ ഫ്രീക്വൻസി സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഉപയോഗിച്ച് ഭൂമിയെ നിരീക്ഷിക്കാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒപ്റ്റിമൈസ് ചെയ്ത 2 റഡാറുകളെ ഉപയോഗിക്കുന്നതുകൊണ്ട് വിശാല നിരീക്ഷണം ഇതിലൂടെ സാധ്യമാകും. ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്ന ഉപഗ്രഹം 12 ദിവസത്തെ ഇടവേളകളിൽ ഭൗമോപരിതലത്തിലെ വിവരങ്ങൾ കൈമാറും. എല്ലാ കാലാവസ്ഥയിലും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വിവരങ്ങൾ ശേഖരിക്കും. ഭൗമ ഉപരിതലത്തിലെ സൂക്ഷ്മ മാറ്റങ്ങൾ അടക്കം കണ്ടെത്തും. മണ്ണിനു മുകളിലെ രൂപമാറ്റം, മഞ്ഞുപാളികളുടെയും സസ്യജാലങ്ങളുടെയും ചലനങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരീക്ഷിക്കും. കടലിലെ മഞ്ഞിന്റെ വർഗീകരണം, കപ്പലുകളെ തിരിച്ചറിയൽ, തീരദേശങ്ങളെ നിരീക്ഷിക്കൽ, കൊടുങ്കാറ്റിന്റെ സ്വഭാവം അറിയൽ, മണ്ണിലെ ഈർപ്പത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കൽ, ജലസ്രോതസ്സുകളുടെ നിരീക്ഷണവും മാപ്പിംഗും, പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി കണ്ടെത്തൽ തുടങ്ങിയവയ്ക്ക് ഉപഗ്രഹം സഹായകമാകും. നിസാർ ജൂലൈ 30 വൈകിട്ട് 5:40 വിക്ഷേപിക്കുക. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിലെ 2ാം വിക്ഷേപണത്തറയിൽ നിന്ന് ISROയുടെ GSLV F-16 റോക്കറ്റ് നിസാറുമായി കുതിച്ചുവരും. ഭൂമിയിൽ നിന്നും 743 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലേക്ക് സൺ സിൻക്രണസ് ഓർബിറ്റ് കടത്തിവിടും. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയും അമേരിക്കൻ ബഹിരാകാശ സ്ഥാപനമായ നാസയും സംയുക്തമായി നടത്തുന്ന ആദ്യ ഉപഗ്രഹ വിക്ഷേപണം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഏറെ കാത്തിരിപ്പിനൊടുവിലാണ് ISRO ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൽ ചരിത്രം കുറിക്കുന്ന വിക്ഷേപണത്തിന്റെ തീയതി പ്രഖ്യാപിച്ചത്. 2 റഡാറുകളും നാസയുടെ 12 മീറ്റർ അൺഫേർലബിൾ മെഷ് റിഫ്ലക്ടർ ആന്റിന ഉപയോഗിക്കുന്നു. ഇത് ISROയുടെ പരിഷ്കരിച്ച 13K സാറ്റലൈറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. 242 കിലോമീറ്റർ വ്യാപ്തിയും ഉയർന്ന സ്പേഷ്യൽ റെസൊല്യൂഷൻ ഉപയോഗിച്ച് ഭൂമിയെ നിരീക്ഷിക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. ഭൂമിയുടെ ഉപരിതലത്തിലെ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഭൂമിയുടെ രൂപഭേദം, മഞ്ഞുപാളികളുടെ ചലനം, സസ്യജാലങ്ങളുടെ ചലനാത്മകത എന്നിവ അളക്കുന്നു. ചെറിയ ചലനങ്ങൾ പോലും നിസ്സാര സെന്റിമീറ്റർ അളവിൽ അളക്കാൻ സാധിക്കുമെന്ന് നാസ പറയുന്നു. മുഴുവൻ ഭൂഗോളവും നിരീക്ഷിക്കാൻ ഈ ഒരൊറ്റ ഉപഗ്രഹത്തിന് കഴിയും. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ, പകലും രാത്രിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇത് 12 ദിവസത്തെ ഇടവേളയിൽ നൽകാൻ സാധിക്കും. മേഘങ്ങൾ തടസ്സമില്ലാതെ തന്നെ വിവിധ ആപ്ലിക്കേഷനുകൾ പ്രാപ്തമാക്കാൻ സാധിക്കും. കടൽമഞ്ഞിനെ വിലയിരുത്തുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കപ്പൽ കണ്ടെത്തൽ, തീരദേശ നിരീക്ഷണം, കൊടുങ്കാറ്റിന്റെ വേഗത നിരീക്ഷിക്കൽ, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ അത്യന്താപേക്ഷിതമായ ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഉപഗ്രഹ വിക്ഷേപണം കൊണ്ട് അത് നമ്മുടെ രാജ്യത്തിന് ഒപ്പം നമ്മുടെ പ്രകൃതിക്ക് തന്നെ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു ഉപഗ്രഹമായി മാറും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വതങ്ങൾ, മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രതിഭാസങ്ങളെക്കുറിച്ച് അറിയാനും നാശനഷ്ടങ്ങളുടെ കണക്ക് വിശദീകരിക്കാനുമുള്ള ഡാറ്റ ലഭിക്കും. നാസയും ISROയും തമ്മിലുള്ള തുല്യ സഹകരണമാണ് നിസാർ ദൗത്യം. റഡാർ സംവിധാനങ്ങൾ, ആശയവിനിമയ സാങ്കേതികവിദ്യ, ശാസ്ത്രീയ ഉപകരണങ്ങൾ ഇതെല്ലാം ബഹിരാകാശ ഏജൻസി സംഭാവന ചെയ്യുന്നു. ISRO ബഹിരാകാശ ഘടകം നിസാറിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കും. ബംഗളൂരുവിലെ UR റാവു സാറ്റലൈറ്റ് സെന്ററും അഹമ്മദാബാദിലെ ISRO സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററും ഉപഗ്രഹത്തെ നിരീക്ഷിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മസ്.